ഗൈസ് ഇത്ര നേരമായിട്ട് എനിക്ക് കിട്ടിയത് ആപ്പാടെ റെസ്റ്റോണാണ് ഗൈസ്, വേറെ ഒന്നുമേ കിട്ടിയില്ല. വിഷമമൊന്നുമില്ല, ചെറിയ സങ്കടമുണ്ട്. റെസ്റ്റോൺ മാത്രമേ കിട്ടിയത്. റെസ്റ്റോൺ വെച്ച് ഒരു ഉപകാരമില്ല, എന്നിട്ട് ഞാൻ എടുക്കുക. ആ അച്ചീവ്മെൻറ്റ് കിട്ടാൻ വേണ്ടി എടുത്താ ഗൈസ്. റെസ്റ്റോൺ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപകാരമില്ല, വെറുതെ എടുത്ത്. എനിക്ക് ഇതിനകത്ത് ഒരു ഉപകാരമില്ല ഗൈസ്. സ്പീഡ് റൺ അല്ലേ. ഈ മൈനിങ് തന്നെ നമ്മുടെ ഡയമണ്ട് കിട്ടുന്ന നേരം നിർത്തുന്നില്ല. 3 ഡയമണ്ടെങ്കിലും കിട്ടുന്നോടെ പിക്കെക്സ് വേണം, പിന്നെ ലാവപ്പൂളും കണ്ടെത്തണം. ലാസ്റ്റ് ഫൈൻ ഒരായം കിട്ടി ഗൈസ്, ഒരായം. കുറേ ഉണ്ടല്ലോ. അതായത് പിന്നല്ല 10 എണ്ണം കിട്ടി ഗൈസ്. പിന്നല്ല 10 ഡയമണ്ട് ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാവപ്പൂൾ തപ്പാൻ പോകാം ഗൈസ്. ഇനി നമുക്ക് ലാവപ്പൂൾ തപ്പുമ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പം നമുക്ക് അത് എടുക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ക്യാക്സ് ഉണ്ടാക്കുക, ഒരു സോഡ് ഉണ്ടാക്കുക, മതി. ഹെൽമെറ്റോ ബൂട്ടോ ഉണ്ടാക്കാം അല്ലേ. ഹെൽമെറ്റ് ഉണ്ടാക്കാം. ഹെൽമെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഹെൽമെറ്റ് ഇട്ടേക്കാം. ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഞാൻ എന്താ പറയുക മൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് പോകുന്നുള്ളൂ. ഒരു ആർമർ എന്തായാലും കിട്ടിയാലോ, ബാക്കി ആർമറും കൂടെ കിട്ടിയാലോ. ഞാൻ എന്താണ് ഇവിടെ ഇച്ചിരി വരെ കൂടെ മൈൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ വേറെ തോന്നി. അങ്ങനെ അടുത്ത ഡയമണ്ട് 4 ഡയമണ്ട് കിട്ടാൻ ചെയ്യുന്നതേ. എന്നത് കളയും. ശരി, ഓക്കെ ശരി. ഓക്കെ, എൻ്റെ 3 ഡയമണ്ട് കയറിയിട്ടുണ്ട്. 3 കഴിഞ്ഞോടെ ഡയമണ്ട് കൂടിയും കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒരു ഡയമണ്ട് കിട്ടുന്നുണ്ട് ഗൈസ്. ഭയങ്കര നഷ്ടമാണ് ആ ഡയമണ്ട് ഇട്ട് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാനുള്ളത്. ഒന്നും കൂടെ പോയി നോക്കണം. ചെറിയ മടിയും ഉണ്ട് പോകാൻ, പക്ഷെ പോയാൽ എന്തെങ്കിലും കിട്ടിയാലോ ഒന്നുമില്ല. അതും പൊട്ടി. എന്തുപറ്റി? ലാഗാവുന്നുണ്ടല്ലോ. ഇവിടെ കുറേ ബ്ലോക്ക് കിടക്കുന്നതിൻ്റെ അഡ്വൈസ് ഞാൻ ഡിസ്പോൺ ആവാതെ കിടക്കുന്നുണ്ടാണ്. ഓക്കെ, എന്താണ് ഇനി ലാവ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് എഴുതിയിട്ടാ വിട്ടോ പഞ്ഞോ. ഇത് മൊത്തം ഞാൻ ചെയ്താണ്. അവിടെ മേലൊക്കെ വിളിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴികളൊക്കെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടുത്തിടെ കുറേ ദൂരം എടുത്തിട്ടും കുറവ്. ഇവിടെ ഡയമണ്ടിന് ഭയങ്കര ക്ഷാമടേ. ഇവിടെ 6 ഡയമണ്ട് ഉണ്ട്. ചെസ്റ്റ് പ്ലേറ്റും കൂടെ ഉണ്ടാക്കായിരുന്നു. ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലേ? ഇങ്ങനെ കണ്ടല്ലോ ചെസ്റ്റ് പ്ലേറ്റ്. യെസ്, ഒരെണ്ണം കൂടെ വേണേ ചെസ്റ്റ് പ്ലേറ്റിന് അല്ലേ. 2 എണ്ണം വേണം. ഓ ഷിറ്റ്. അപ്പോൾ ഡയമണ്ട് വെറുതെ സാറിന് ആവശ്യം വരും തീർച്ചയായിട്ടും. ഇപ്പോൾ ബൂട്ട് ഉണ്ടാക്കായിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ഇപ്പോൾ ചേച്ചി ഇവിടെ ഒരു കേവ് ഉണ്ട്. ഈ കേവിൽ ഇറങ്ങി നോക്കാം, ചിലപ്പോൾ ലാഭം കിട്ടിയാലോ. ലാഭയ്ക്ക് വേണ്ടിയിട്ട്, ലാഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഇവിടുന്ന് ഡയമണ്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് അത്രേ ഉള്ളൂ. ഡേഞ്ചറാണ്. വിച്ചിൻ്റെ ഒച്ചേക്കുന്നുണ്ട്, അതാണ് എനിക്ക് മടി. വിച്ചിന് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലേ. എല്ലാം കൂടെ പൊടിക്കുകയാണല്ലോ. പൊട്ട്. ഓക്കെ, നൈസ്. ഇവിടെ
കവർ ചെയ്ത് പോകണം. വില്ലേജ് സോംബി പേടിച്ചു പോയി. ബാക്കിൽ നടിക്കല്ലേ. ഓക്കെ, ലാവ ഞാൻ കണ്ടിട്ടുണ്ട്. നൈസ്, ലാവ ഞാൻ കണ്ടു. ഒറ്റ ലാവേ ഉള്ളല്ലോ. ഇത് ഇങ്ങോട്ടേക്കൊക്കെ ഉണ്ടല്ലോ. വാട്ടറും കണ്ടു. വേറെ ലാവയൊന്നും ഇവിടെ കാണുന്നില്ല. ടേസ്റ്റ് ഓഫ് ഷിറ്റ്. ആപ്പാടുള്ള ലാവ ഇതാണ്. ഈ ലാവയ്ക്ക് വേണ്ടി വന്ന അവസ്ഥയായിരുന്നു. വേറെ എവിടെയും ഉണ്ടോ നോക്കാം. വേറെ എവിടെയും ലാവപ്പൂളുണ്ടോ എന്ന് തപ്പാം ഗൈസ്. നമ്മൾ വന്ന വഴി ഏതാടാ? നമുക്ക് വഴീൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലേ. ഇവിടെ ഒരു ജീപ്പർ വരുന്നുണ്ട്. പൊട്ട് വേം പൊട്ടുന്നുണ്ടേ. അവനെ ഞാൻ തപ്പട്ടെ. എനിക്കെന്താ ഇറങ്ങാൻ പറ്റട്ടെ. സൂമ്പിൻ്റെ വെച്ചേക്കുന്നുണ്ട്. ഇവിടെ ഒന്നും ഒരു അയം പോലും ഇല്ല. ഡയമണ്ടൊന്നും ഇല്ലല്ലോ. അയണ്ടൊന്നും പോട്ടെ എഴുതാം. അയൺ നമുക്ക് ആവശ്യമില്ല. നമുക്കിപ്പോൾ ഡയമണ്ടാണ് ആവശ്യം. നമ്മുടെ ഇവിടെ ടോർച്ചെല്ലാം കാര്യമായി ഗൈസ്. ഇവിടെ ഒന്നും അയൺ ഇല്ലാന്ന് തോന്നുന്നു. ലാവ ഇല്ലാന്ന് തോന്നുന്നു. ലാവപ്പുള്ള നേരം ഫുഡൊക്കെ ഒന്ന് കഴിക്കുന്നത് സെറ്റ് ആവാം ഗൈസ്. ഞാൻ കാണുന്നില്ല. ഇവിടെ ഒന്നും ലാവ ഇല്ലടേ. അതെ ഓക്കെ, അടുത്ത ലാവ കിട്ടിയിട്ടുണ്ട്. ഇതൊരു 2 ബക്കറ്റ് ലാവ ഉണ്ട് അവിടെ. ഗോൾഡ് 3-5 ബക്കറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഓരോരുത്തരുടെ തീർക്കട്ടോ. ഇയാള് തീർന്നു. രണ്ടാള് തീർന്നു. ഓക്കെ, അവിടെ ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ലാവ ഇരിപ്പുണ്ട്. ആ ലാവയും കൂടെ എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇവിടെ വെച്ച് അവസാനിച്ചു. നമുക്ക് ഇവിടെ തന്നെ ചില പരിപാടി ചെയ്യാം. ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. വാട്ടർ ബക്കറ്റ് ഒരു ബക്കറ്റ് എടുക്കാം. ഒരു വാട്ടർ ബക്കറ്റ് എടുത്തു. ഫസ്റ്റ് ഈ ലാവ എടുക്കാം. എന്നിട്ട് ഇവിടെ ഇട്ടൊരു ടോർച്ച് വെക്കാം, നൈറ്റ് ആവാതിരിക്കാം. എന്നിട്ട് ഇവിടെ ഒരു 1 2 3 ഇട്ട് ഇവിടെ വെക്കുക. ഒഴിക്കുക. ലാവ എടുക്കുക. എന്നിട്ട് ഈ ലാവ വയ്ക്കുമ്പോൾ ഇവിടെയും ടോർച്ച് വെക്കണം. ഒരു സോംബി വരുന്നുണ്ട്. 1 2 3 1 2 3. ഓക്കെ, അടുത്ത ലാവയും കൂടെ. ആ ലാവിനകത്തൊക്കെ ഒരു വെള്ളം ഞാൻ കണ്ടായിരുന്നല്ലോ. വെള്ളം എവിടുന്നാടാ? എവിടെയാണ് ഞാൻ വെള്ളം കണ്ടത്? പക്ഷേ ആ വെള്ളം ഇനി തപ്പി കണ്ടെത്തണല്ലോ. ഓക്കെ, ഇനി ഈ ലാവ ഞാൻ എടുക്കണം. ഓക്കെ, എടുത്തത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഏകദേശം 3 ബക്കറ്റ് ലാവ 3-4 ബക്കറ്റ് ലാവ നമ്മുടെ കിട്ടിയിട്ടോ. ഓക്കെ,
മൂന്ന് ബക്കറ്റ് ഇപ്പം തന്നെയായി. ഒരു ബക്കറ്റ് അവിടെ ഉണ്ട് ഗൈസ്. ഓക്കെ ഞാൻ ചെയ്തുണ്ടാവും. ഇവിടെ ഇച്ചിരി ഇരുട്ടുണ്ട്. ടോർച്ച് വെച്ചിട്ട് പോവാം. പിന്നെ ഇങ്ങനെ ഒരു ബ്ലോക്കും കൂടെ വെച്ചേക്കാം വഴി എത്താതിരിക്കാൻ. നമ്മുടെ മറ്റേ ലാവ ബക്കറ്റും കൂടെ എടുക്കും. മറ്റേ ലാവയും കൂടെ എടുത്തിട്ട് വന്നാൽ ഫിനിഷ് ആയതിനെ കാര്യം. ഓക്കെ അപ്പോൾ ഞാൻ ഇത് ബാക്കി ചെയ്യട്ടെ.